ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടോ? ഇതിൻ്റെ വീട്ടിലേക്ക് പോണ വഴിയിലുള്ളതാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും നല്ല പച്ച വിരിച്ച പാടം. അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരാണ് കേട്ടോ. ഞാനും മക്കളും ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. തിങ്കളാഴ്ച രാവിലെ കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ എൻ്റെ നാത്തൂന് നമ്മളെ മോളൂസിനെ മദ്രസിലാക്കാൻ വേണ്ടിയിട്ട് പോയതേനി. ഒരു മദ്രസിലാക്കിയാണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കണ്ടു. ഞങ്ങളും ഒരു വീട്ടിൽ നിന്ന് ഏകദേശം ഒപ്പം തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ മില്ലുംപടി പറഞ്ഞ സ്ഥലമുണ്ട്. അവിടേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പ് കാട്ടോ നമ്മൾ പോണത്. അപ്പം ഞാനും ഹൈഫക്കുട്ടി മഞ്ജുമോളും ഹോസ്പിറ്റലിലേക്കാണ്. മഞ്ജുമോളെ പല്ല് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. ചിഞ്ചുമോള് പിന്നെ ഇപ്പോൾ മഞ്ചേരിയിലാണ് കേട്ടോ. കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിനി ചിഞ്ചുമോള് കോളേജിൽ നിന്ന് പോന്നോ ഹോസ്റ്റലിൽ നിന്ന് പോന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ മഞ്ചേരിയിലാണ് കേട്ടോ ചേർന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോവും. വൈകുന്നേരം കുറച്ച് വൈകിയാണെങ്കിലും വീട്ടിലെത്തും. നല്ലോണം വൈകൊന്നുമില്ല, ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് എന്തായാലും വീട്ടിലെത്തും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പല്ലൊക്കെ പറിച്ച് പോന്നു. മഞ്ജുമോൾക്ക് തണുത്തത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിനി ഡോക്ടർ. അപ്പോൾ ഒരിക്കൽ രണ്ടാക്കും ഐസ്ക്രീം വേണം പറഞ്ഞാൽ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് ഒരു അവിൽ മിൽക്കും വാങ്ങി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടെ നിന്നൊക്കെ പോന്നു. പിന്നെ വീണ്ടും വീട്ടിൽ തന്നെ പോയി ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളെ വീട്ടിൽ തന്നെ വന്നു. ഇതിപ്പോൾ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞൊക്കെ വന്ന് കിച്ചണിൽ വന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എണീറ്റ് വന്ന് കുറച്ച് കഴിഞ്ഞേക്ക് തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിനി. അരി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ചോറ് ഇപ്പോൾ വേവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളെ ഹോം ഷോപ്പിലത്തെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് റാഗി സേമിയാണ്. റാഗി സേമിയ വെച്ചിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിനി ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ തണുപ്പൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊന്ന് തണുപ്പ് ഇട്ടിട്ട് ചൂടാക്കി എടുക്കുക. പിന്നെ ഈ ഒരു റാഗി സേമിയം കൊണ്ടുള്ള പുട്ടുണ്ടല്ലോ, അതിക്ക് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. അതേപോലെ ചിക്കൻ പാർട്സ് കറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു റാഗി പുട്ടുക്ക്, റാഗി സേമിയ പുട്ടുക്ക് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനാണെങ്കിലോ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള റാഗി സേമിയ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. അതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഒന്നൊന്ന് കുതിരണം. ഒരു 5-6 മിനിറ്റ് മതി കേട്ടോ. അതിലിടക്ക് തന്നെ കുതിർന്ന് വരും. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇനി തേങ്ങ പോയിട്ടൊന്ന് പൊളിച്ചുകൊണ്ടിരാന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ചധികം ചേർത്ത് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിക്ക് പിന്നെ കറിയൊന്നും വേണ്ട. ഇനി പഴമോ പപ്പടമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുട്ടി കുഴച്ചൊക്കെ കഴിക്കട്ടോ. പക്ഷേ കുട്ടികൾക്ക് വലിയൊരു ഇഷ്ടമല്ല. ഈ റാഗി കൊണ്ട് എന്തുണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ്. കുട്ടികളൊരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് അവർക്ക്. പക്ഷെ അത് നല്ല സംഭവമാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഓർക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ ഉണ്ടാക്കൽ കേട്ടോ. ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തോരം വായിക്കൂടെ പോവും. അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ടുവന്ന് തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങ വെള്ളം അതാ ഞാൻ ഒരു ഗ്ലാസ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കേട്ടോ തേങ്ങ പൊട്ടിച്ചിട്ട് അത് അതിൻ്റെ ആ ഒരു വെള്ളം ആ ഒരു തേങ്ങയ്ക്ക് തന്നെ ആക്കിയാണ്ട് ഞാൻ കുടിച്ചിനി. എന്നിട്ട് പിന്നെ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാനത് കാണിച്ചില്ല കേട്ടോ. തേങ്ങ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നതാണ് ആൾക്കാർ കണ്ടുകണത്. എന്നിട്ട് പറഞ്ഞിനി തേങ്ങ വെള്ളം കളഞ്ഞ നീ ഒരു അഹങ്കാരിയാണ് പറഞ്ഞിനി കേട്ടോ. ഞാൻ തേങ്ങ വെള്ളം കളഞ്ഞതൊന്നുമല്ല. പിന്നെ ഞാൻ തിരുത്താനൊന്നും പോയില്ല. അതേപോലെ തന്നെ ഞാൻ കളയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ തേങ്ങ വെള്ളം ആ ഒരു തേങ്ങ കൊണ്ട് തന്നെ കുടിച്ചപ്പോഴേ എൻ്റെ വായ അതിന്മേൽ തട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റും കണ്ടീനി കേട്ടോ. വായ വെച്ചാണ്ട് തേങ്ങ വെള്ളം കുടിച്ച ആ ഒരു തേങ്ങ ചിരകിയിട്ടല്ലേ നിങ്ങൾ അത് ഉണ്ടാക്കിയത്. എന്തോ എള്ളും കടലയൊക്കെ ഞാൻ വറുത്ത് പൊടിച്ചൊക്കെ ഉണ്ടാക്കിനല്ലോ ഒരു ദിവസം, അന്നാണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു വായ വെച്ച് തേങ്ങ കൊണ്ടല്ലേ നിങ്ങൾ അത് ഉണ്ടാക്കിയേ പറഞ്ഞിനി. അപ്പോൾ പിന്നെ ഞാൻ ഒരു കമൻറ്റിൽ കാണണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതേന്. അവിടുന്ന് ഇങ്ങോട്ടേ തേങ്ങ പൊട്ടിക്കുമ്പം അതിലത്തെ വെള്ളം ആ തേങ്ങൻ്റെ ചിരട്ടിയിൽ തന്നെ ഇട്ടാണ്ട് കുടിക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ. കാരണം അങ്ങനത്തെ ഓരോ കമൻറ്റ് കാണുമ്പോൾ എനിക്കെന്തോ മനസ്സിക്കൊരു വിഷമമാണ്. അപ്പോൾ ഞാൻ അത്ര വലിയൊരു അഹങ്കാരമൊന്നും അല്ല കേട്ടോ, ഞാനൊരു പാവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചോറ് വന്നിട്ടുണ്ടായിന്. ചോറ് വന്നിതാ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ റാഗി സേമിയ ഉണ്ടല്ലോ, അത് ഞാൻ ഊറ്റി വെച്ചിനി കേട്ടോ. ആ വെള്ളത്തിൽ നിന്ന് ഒന്ന് കഴുകിയെടുത്താണ്ട് പിന്നെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഊറ്റി കളയുമ്പം ഉപ്പ് ഉണ്ടാവില്ലല്ലോ, ഉപ്പ് പോകില്ല എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കണ കാണുമ്പോൾ
അങ്ങനെ ഉപ്പ് പോകുന്നു തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്താണ്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഊറ്റി വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു റാഗി സേമിയത്തിൽ തന്നെ ഉണ്ടാവും ഉപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ എക്സ്ട്രാ വേറെ ഉപ്പും വെള്ളത്തിലിട്ടൊന്ന് കഴുകി എടുക്കുന്നതാണ് ഒന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് ചോരട്ടെ. പിന്നെ ചിക്കൻ കറി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് പിന്നെ ആ ഒരു അടുപ്പത്ത് നമുക്ക് പുട്ടും വേഗം ചുട്ടെടുക്കാം. അപ്പോൾ ഇന്ന് പുട്ട് ചുടുന്നത് നമ്മളെ ചിരട്ടപ്പുട്ടുണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ ഇതും കമൻറ്റ് ബോക്സിൽ വരലുണ്ട്, ഇപ്പോൾ എന്താ നിങ്ങൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാത്തത്. ഒന്നുമില്ല, ഇടയ്ക്കോരോ മൂടാണ്. ചിലപ്പോൾ സാധാ പുട്ട് കുറ്റിയിൽ ചുടും, ചിലപ്പോൾ ചിരട്ടപ്പുട്ടിൽ ചുടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ചിരട്ടപ്പുട്ടിലാക്കുക ഈ ഒരു പുട്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു വിസിലൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് കുക്കർ അടച്ചിട്ട് ഞാനിത് അടുപ്പത്ത് വെക്കാണ് കേട്ടോ. ഈ ഒരു കുക്കറിൻ്റെ മേലെ ഈ ഒരു സാധനം വെച്ചാണ്ട് ഈ ചിരട്ടപ്പുട്ടിൻ്റെ അച്ച് വെച്ചാണ്ട് പുട്ട് ഇടുമ്പോണ്ടല്ലോ എളുപ്പമാണ് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. ആവി പെട്ടെന്ന് കയറും. അപ്പോൾ ഞാൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് വേഗം ചുട്ടെടുക്കാം. പിന്നെ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് ഇനി. അപ്പം ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക്. തേങ്ങ കുറച്ച് അധികം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ നമ്മളെ മക്കൾക്ക് ചിലപ്പോൾ ഇറങ്ങൂല, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കഴിച്ചോളും. അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ കറി ഉണ്ടായതുകൊണ്ട് ഇന്ന് കറി ഉണ്ടാക്കണ്ട, അങ്ങനെ കഴിച്ചില്ലായിട്ടോ. ഈ തലേ ദിവസത്തെ കറി ഉണ്ടെങ്കിലേ നല്ല ഇഷ്ടമാണ് എനിക്ക് രാവിലെ, കാരണം കറി ഉണ്ടാക്കണ്ടല്ലോ. അതൊരുവിധം വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെ ആവൂലേ. അത് പിന്നെ കുറച്ച് കറിയൊക്കെ ഉള്ളെങ്കിലും അതിക്ക് കുറച്ച് വെള്ളമൊക്കെ പാർന്ന് നീട്ടും, അല്ലെങ്കിൽ കുറച്ച് തേങ്ങ കരച്ചാണ്ട് അങ്ങനെ ഉണ്ട് നീട്ടും. അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് ഒപ്പിക്കൂട്ടോ. ചിക്കൻ കറി ആകുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം നീണ്ടാലും മക്കൾക്ക് കുഴപ്പമൊന്നും ഇല്ലേനും. അപ്പോൾ എന്തായാലും ഞാനിത് അതിവിടെ ആവിയൊക്കെ വന്നപ്പം അതിമക്ക് വെച്ച് കൊടുത്തിന് കേട്ടോ. അതിമക്ക് വെച്ച് ഒരു 1-2 മിനിറ്റ് മതി, അപ്പോത്തിന് ആവി വന്ന് വെന്ത് റെഡിയാവും. അപ്പോൾ ഞാനൊരു വാഴൻ്റെ ഇവിടെ വിരിച്ച് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ. അതിക്കാണ് കേട്ടോ പുട്ട് തട്ടി കൊടുക്കുന്നത്. കാണുമ്പോൾ ഒരു രസമല്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചിഞ്ചുമോൾക്ക് ഇവിടുന്ന് 7:40 കേട്ടോ. കിണച്ചിങ്ങൽ പറഞ്ഞ സ്ഥലമുണ്ട് നമ്മളവിടെ അടുത്ത്. അപ്പോൾ അവിടെ നിന്നാണ് ബസ്. ഇവിടുന്ന് നേരിട്ടുണ്ട് കേട്ടോ രാവിലെ 7:40 ബസ്. അപ്പോൾ അവിടേക്ക് ഞാൻ കൊണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവൾക്ക് പോകാനാകുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റും ചോറും കൂട്ടാനും ഒക്കെ ആവണം. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി ഒരു 6:45 ആയപ്പോഴത്തേന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓള് ഒന്ന് എടുത്താണ്ട് കഴിക്കാനും നിന്നു കേട്ടോ. കറിയൊക്കെ നമ്മൾ ചൂടാക്കി വെച്ചിക്കണമല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഇത്ര കറക്റ്റിൽ വന്നതെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് 5 ഓരോ പുട്ട് കറക്റ്റായിട്ട് വന്ന്. അപ്പോൾ അത് പുട്ട് ചുടലൊക്കെ കഴിഞ്ഞ് അതവിടെ നിന്ന് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഇനി ചിഞ്ചുമോക്കുള്ള കൂട്ടാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിനി. ഒന്ന് ഉള്ളി ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുത്ത് അതേപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള അരിഞ്ഞതായിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉപ്പേരി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഉള്ളി ഉപ്പേരി ഉണ്ടാക്കും, പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യോണ്ടി കേട്ടോ. ഞാൻ ഇതേപോലെയാണ് ചിലപ്പോൾ ഉണ്ടാക്കൽ. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ വേറെ ആക്കിയാണ്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ കുട്ടികൾക്ക്. എന്നും ഒരേ ടേസ്റ്റിൽ കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ സവാളയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇനിയിപ്പോൾ പോയിട്ട് ഞാൻ വേഗം കുറച്ച് കാന്താരിമുളക് പറിച്ചുകൊണ്ട് വന്നു. ഒരു 3-4 കാന്താരിമുളക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പച്ചമുളക് ഇട്ടാലും മതി. എന്നിട്ട് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കൂല കേട്ടോ കാന്താരിമുളക് ചേർത്തതുകൊണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കലുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ഇപ്പോൾ തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അത് ചേർത്തിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതൊന്ന് സവാളയൊക്കെ ഒന്ന് ഇങ്ങോട്ട് വഴന്ന് വരണം കേട്ടോ. വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതാണ് ഉള്ളി ഉപ്പേരി പറയുന്നത് കേട്ടോ, ഉള്ളിത്തോരൻ എന്നൊക്കെ പറയാം. ഇനി തേങ്ങ ഇല്ലെങ്കിൽ ഒരു 2 മുട്ട കുത്തി പറന്നാണ്ട് അങ്ങനെ ചിക്കി എടുത്താലും മതി. അപ്പോൾ മുട്ടത്തോരനും ആയിക്കോളും. അപ്പോൾ ഞാൻ അവിടെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി തേങ്ങയും കൂടെ ഒന്നും കൊണ്ട് കുക്കായി വന്നാൽ നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓളെ ലഞ്ച് ബോക്സ് റെഡിയായി. മുട്ട വാങ്ങുമ്പോൾ ഞാനൊരു ട്രേ വാങ്ങലാണ് കേട്ടോ. എന്നാൽ പിന്നെ എന്താ അറിയോ, കൂട്ടാൻ ഒന്നും ഇല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചു കൊടുത്താലും ഒരിക്കുള്ളതാവും. പിന്നെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ചമ്മന്തിയൊക്കെ വെച്ച് കൊടുക്കും. ഇവിടെ ചിഞ്ചുമോക്കാണ് ഫുഡ് കഴിക്കാൻ കുറച്ച് എന്താ പറയുക ഒളപ്പച്ചിൻ്റെ പോലെയാണ്, കുറേ കൂട്ടാൻ വേണം. ചിഞ്ചുമോൾക്ക് മാത്രം കേട്ടോ, മറ്റൊരുക്കൊന്നും അങ്ങനെയല്ല. മറ്റൊരുക്കൊക്കെ ഞാൻ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ ആ കൊടുക്കണത് കഴിക്കൂര്. ഇവിടെ നമ്മളെ പാവക്കാക്കൂന് അങ്ങനെയാണ്, ചോറ് വെച്ച് കൊടുത്താൽ
കുറേ പാത്രങ്ങളിൽ ഇങ്ങനെ കറികളും ഉപ്പേരിയും പപ്പടവും ചമ്മന്തിയൊക്കെ ആയിട്ട് കുറേ വിഭവങ്ങൾ ഇങ്ങനെ മുന്നിൽ കാണണം. അതേപോലെ തന്നെയാണ് ചിഞ്ചുമോളും. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ ഒരു വർഷം നിന്ന് നല്ലോണം പഠിച്ചിരിക്കണ്, ഫുഡൊന്നും റെഡി ആവായിട്ടേ. ഇപ്പോൾ ഓള് കോഴ്സ് തന്നെയാണ് കേട്ടോ, ഓളെ CMA കോഴ്സ് തന്നെയാണ് ഇപ്പോഴും പഠിക്കണത്. അങ്ങനെ മുട്ടൊക്കെ പൊരിച്ചു. പിന്നെ അതാ ചോറും പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി നമ്മളെ ഉള്ളിയുപ്പേരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചിഞ്ചുമോൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, ഈ ചോറിൻ്റെ മേലെ കൂട്ടാട്ട് കൊടുക്കണം കേട്ടോ. ഓള് പറയും വേറെ പാത്രത്തിലിടണ്ട, അതിൻ്റെ മേലെ അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു ചോറുക്ക് ഈ കൂട്ടാനൊക്കെ നല്ലോണം അങ്ങോട്ട് സെറ്റാവും അവർക്ക് കഴിക്കാനാവുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ അമ്മച്ചേ ടേസ്റ്റ് ഉണ്ടാവുക പറയും. അപ്പോൾ അതിക്കന്നെ അങ്ങോട്ട് കുത്തി നിറച്ചിട്ട് കൊടുക്കും ചെയ്യും കേട്ടോ. പിന്നെ കറി പിന്നെ ഓൾ കൊണ്ടുപോകായിട്ടാണ്, കറി നമ്മൾ ഉണ്ടാക്കി കൊടുക്കായിട്ടൊന്നുമല്ല. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കറി പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ കറി വേണ്ട, അങ്ങനെ മതി പറയും. അപ്പോൾ പിന്നെ അങ്ങനെ കൊടുക്കണതാണ്. അപ്പോൾ അങ്ങനെ ഓൾ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയായി. അപ്പോൾ 7:15 ഇപ്പോൾ സമയം. അപ്പോൾ ഇന്ന് മഞ്ജുമോൾക്ക് ഇപ്പോൾ ചോറ് വേണ്ട, ഓൾക്കിപ്പോൾ ട്യൂഷൻ നൈറ്റാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴാണ് നേരത്തെ ഓക്ക് ഫുഡ് ആവേണ്ടത്. അപ്പം ഇനിയിപ്പോൾ സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേന് ആക്കി കൊടുത്താൽ മതി. അപ്പം ഇനി ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, എന്നിട്ട് വേണം ചിഞ്ചുമോളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനും ഒരു പ്ലേറ്റിക്ക് നമ്മളെ റാഗി സേമിയ കൊണ്ടുള്ള പുട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ കറി ഒഴിച്ചു. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എങ്ങോട്ടും പോകണ്ട കേട്ടോ. എങ്ങോട്ടും പോകണ്ട പറഞ്ഞാൽ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്ട്. നമ്മളെ വിന്നർക്കുള്ള ഗിഫ്റ്റ് ഇന്ന് എന്തായാലും ഞാൻ അയച്ചു കൊടുക്കും. എന്നും ഓരോ തിരക്കായിട്ടേ പോവാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് പിന്നെ നമ്മൾ ഷെരീഫത്താക്കാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളകും കൊടുത്തയക്കൊണ്ടിന്നൊക്കെ പറഞ്ഞിന് കേട്ടോ. അപ്പോൾ അത് നമ്മളെ മരത്തുമ്മൽ കൂടെയൊക്കെ ഉണ്ട്. ഞാൻ കുറേ ദിവസം അയക്കണ് അതിമക്കൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതൊന്ന് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറിച്ചെടുക്കും വേണം. കാന്താരി മുളക് ഇവിടുത്തെ അമ്മ വരുമ്പോൾ അമ്മയാണ് കേട്ടോ എനിക്ക് പറിച്ചു തരൽ. പിന്നെ മുളകൊക്കെ അതിന്മേൽ നിന്ന് അങ്ങനെ പഴുത്ത് പോവില്ലെങ്കിൽ അപ്പോൾ ഉമ്മയാണ് അധികം പറിക്കൽ. ഇപ്പോൾ ഉമ്മ വന്നിട്ട് കുറച്ച് ദിവസം അയക്കണം, അമ്മക്ക് കാലുവേദനയൊക്കെ ആയതുകൊണ്ട്. അപ്പം ഇനി മരത്തുമ്മ കൂടെയൊക്കെ ഒന്ന് പോയി വെക്കണം. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടോ, കുട്ടികൾക്കും ചായയൊക്കെ കൊടുത്തു, പാത്രമൊക്കെ കഴുകി വെച്ചാണ്ട് പിന്നെ ഒന്ന് മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ടതിന്, തേങ്ങയൊക്കെ പെറുക്കി വെക്കാണ്ട്. തെങ്ങിൻ്റെ തടമൊക്കെ തുറപ്പിച്ച് വളമൊക്കെ നല്ലോണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം തേങ്ങ ഉണ്ടാവും. അപ്പോൾ ഇപ്പം അതിനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ മഴ കൊയ്ച്ചില്ല, ഇനിയിപ്പോൾ എന്തായാലും തെങ്ങ് നടക്കെ ഒന്ന് തുറപ്പിച്ച് അതിൽ വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. നമുക്കൊരു തെങ്ങാണെങ്കിലും അതിൽ തന്നെ അത്യാവശ്യം തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. ഇപ്പോഴാണ് പിന്നെയും കുറച്ച് കുറവായത്. ഈ ആട്ടുംകാഷ്ട ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം തേങ്ങ ഉണ്ടാവും കേട്ടോ, നല്ല വലിയ തേങ്ങയേക്കാരം. അപ്പോൾ എന്നാലും അത്യാവശ്യം തേങ്ങയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തേങ്ങ ഇടിപ്പിച്ചല്ലുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ പെറുക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു ചേമ്പുംതാള് കണ്ടത്. ചേമ്പുംതാള് ഇഷ്ടംപോലെ ഉണ്ട് തൊടി കൂടെ. ഈ കർക്കിടക മാസത്തിൽ ചേമ്പുംതാള് കറി കഴിക്കണത് നല്ലതാണ് പറയണേക്കല്ലേ. പിന്നെ അതേപോലെ യൂട്യൂബിലും തന്നെ ഇപ്പം ഒരുവിധം വീഡിയോസിലൊക്കെ കാണാം ചേമ്പുംതാള് കൊണ്ട് കറി ഉണ്ടാക്കണത്. അപ്പം ഇന്ന് എനിക്കും ഇതാക്കുക കറിയെന്ന് വിചാരിച്ച് ഞാൻ, നമ്മളെ തൊടി കൂടി ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചക്കറികളൊക്കെ അത്യാവശ്യം നല്ലോണം കുഴിച്ചിടലുണ്ട്. ഇനി വെണ്ടയ്ക്കായിട്ടും പയറായിട്ടും ഒക്കെ. ഇപ്പോൾ പിന്നെ അതിനൊന്നും ഒഴിവുമില്ല, അപ്പോൾ അങ്ങോട്ട് നോക്കലുമില്ല. അല്ലെങ്കിൽ മത്തന് കുമ്പളം ഒക്കെ ഉണ്ടാവലുണ്ട് നമുക്ക്. അങ്ങനെ 2 ചേമ്പുംതണ്ടൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കണം. പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കാൻ ആരും ഇല്ലല്ലോ, ഞാൻ തന്നെയല്ലേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കി കൂട്ടാൻ തന്നെ ഉണ്ട് എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും. അപ്പോൾ അത് നീ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പുറത്ത് പോകണം എന്നുള്ളത്, നമ്മളെ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുക്കാൻ പോകണം പറഞ്ഞില്ലേ. അപ്പോൾ അതിന് പോവും വേണം. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ വന്നിട്ട് ഉണ്ടാക്കുക കൂട്ടാനെന്ന് വിചാരിച്ച്. ഇന്ന് മീനും കിട്ടിയിട്ടില്ല, അപ്പോൾ പോരുമ്പോൾ മീനൊക്കെ വാങ്ങിച്ച് അങ്ങനെ പോരാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാന്താരി മുളക് പറിക്കാണ് കേട്ടോ. കാന്താരി മുളക് ഇഷ്ടംപോലെ ഉണ്ട്. ഈ വെള്ളമുളക് ഉണ്ടല്ലോ ഇതും ഉണ്ട് ഇഷ്ടംപോലെ. അതേപോലെ ചെറിയ മുളകില്ലേ, എനിക്കതാട്ടോ കൂടുതൽ ഇഷ്ടം. ഇതിനെക്കാട്ടിലും മറ്റേ മുളകാണ് എനിക്കിഷ്ടം. നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കൂലേ, ചെറിയ ഉള്ളി കാന്താരി മുളകൊക്കെ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അതുപോലെ തന്നെ മോരിലൊക്കെ കുത്തി ചതച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഭാഗത്ത് ഒരു 2-3 മരമുണ്ട് ഇതേപോലെ കാന്താരി മുളകിൻ്റെത്, മേലെയുണ്ട്. അപ്പോൾ എല്ലാത്തുമ്പത്തും പോയിട്ട് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഈ കാന്താരി ചെറിയ കാന്താരി മുളകാണെങ്കിൽ ഇതിൻ്റെ എരിവ് നല്ലതാണ് കേട്ടോ, നല്ല എരിവേക്കാരം ഇതിന്. മറ്റേ വെള്ള മുളകുണ്ടല്ലോ, ആ വലിയ മുളക് ഞാൻ ആദ്യം പറിച്ചത്, അതിന് പിന്നെ എരിവ് അത്ര ഉണ്ടാവില്ല, ഇതിൻ്റെ അത്ര ഉണ്ടാവില്ല. ഇതൊന്നും അങ്ങോട്ട് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂർത്താവുക്ക് കുത്തും, അത്ര എരിവാണ് ഇതിന്.
പക്ഷേ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. പിന്നെ ഉണക്കമീനൊക്കെ ചുട്ടാണ്ട് ഈ ഒരു കാന്താരി മുളകൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചാൽ മാത്രം മതി ചോറ് കഴിക്കാൻ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒക്കെ ദാ അതേപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഷെരീഫത്താക്ക് കുറച്ച് തിന്ന് കൊടുത്തയക്കണം. ഞാൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇൻഡസ് വാലിയിൽ നിന്ന് പ്രൊഡക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കോംബോ കിറ്റ്. അതിൽ ഫ്രൈ പാനാണ് കേട്ടോ കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അതേപോലെ എന്നോട് ഹോം ഷോപ്പത്തെ പായസ കിറ്റ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിനും. പിന്നെ എന്തൊക്കെയോ മസാലപ്പൊടികളൊക്കെ ചോദിച്ചിനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി സ്റ്റോക്ക് റൂമിലൊക്കെ പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ മുളകൊക്കെ എന്തായാലും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻഷാല്ലാ അടുത്ത വിന്നർ ആരാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, എനിക്കെന്താ നിങ്ങൾ പാത്രം അയച്ചു തരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട്. നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരിക്കലേ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളും അതേപോലെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റൊക്കെ തരുമ്പോൾ വൈറ്റി സ്റ്റുഡിയോയിൽ വരും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റ് അയച്ചു തരും കേട്ടോ, ഓരോ പ്രാവശ്യം ഓരോരുത്തർക്കായി ആയിട്ട്. അപ്പം ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്